വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നിയൊരു കാര്യമാണ് മഴ നനയാൻ പോവാന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇച്ചനെ വിളിച്ച് നേരെ പോയി നമ്മുടെ ബീച്ചിലേക്ക്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണെങ്കിലോ പറയാണ്ടിരിക്കുക പോയത്. എന്താ, കടലിൽ നിന്ന് വെള്ളം കയറി കിടക്കുകയാണ്. പോരാത്തതിന് ഇത് കണ്ടില്ലേ, കടൽ നല്ല കലിപ്പിലാണ്. നമ്മുടെ അത്ര പൊക്കത്തിലൊക്കെയാണ് വെള്ളം ഇങ്ങനെ തിരയടിച്ച് വരുന്നത്. അങ്ങോട്ട് നോക്കി ആ സീറ്റിൻ്റെയൊക്കെ താഴേക്ക് കാലുകളുണ്ട്, പക്ഷെ എല്ലാം കടപ്പുറത്ത് നിന്ന് മണ്ണടിച്ച് കയറ്റി മൂടിപ്പോയേക്കുക. ആ ചേച്ചിയും ചേട്ടനും നിൽക്കുന്ന ആ ഒരു ഇരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ ഞാൻ ചാടിയാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇരുന്നത്. ഇപ്പം അവർക്ക് നേരെ ചെന്നിരിക്കുക, അത്രയും മണ്ണടിച്ച് കയറിയേക്കാണ്. പ്രേമിക്കാനായിട്ട് കിട്ടുന്ന സമയങ്ങളൊന്നും ഞങ്ങൾ വെറുതെ പാഴാക്കി കളയാറില്ല. ഇതുപോലെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിലും രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി തിരിച്ചു വരുന്നത് വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. എസ്പെഷ്യലി ഡെയിലി ലൈഫിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പാണ് ആക്ച്വലി ഇവനെ പ്രേമിക്കുക എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇതുപോലെ പാരൻസിൻ്റെ കൈയും പിടിച്ച് നടക്കണ പോലെ ഇവൻ്റെ കൂടെ അങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കരിസ്മയിൽ അവനെ ഇതുപോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള സുഖം അത് വേറെ തന്നെയാണ്. മഴ നനയാന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ മഴ മാത്രം കിട്ടിയില്ല. ഞങ്ങൾ തൊട്ടടുത്ത ഫാൽക്കൺ ബീച്ചിലേക്ക് വന്നു. അവിടുത്തെ ശോകാവസ്ഥ കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞൊരു മഴ കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴ. അതൊക്കെ നനഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് പുതുവൈപ്പിലെ നല്ല ചൂട് കട്ട്ലറ്റും നല്ലൊരു ക്രീം ബണ്ണും ഒക്കെ കിട്ടുന്ന കട നോക്കിയിട്ടാണ് കേട്ടോ. ഈ മഴ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവൻ ആസ്വദിച്ചോ എന്തോ, എന്താണെങ്കിലും അതും വാങ്ങിച്ച് ഞങ്ങൾ സ്ഥലം കാലിയാക്കി.